സുചേട്ടാ നമസ്കാരം. നമസ്കാരം. ഒരു വാർത്ത വന്നിട്ടുണ്ട്. അത് തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ്. തുർക്കിക്ക് നമ്മളിങ്ങനെ പണി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണല്ലോ. ഈ പണി എന്നൊക്കെ പറഞ്ഞാൽ ഈ നയതന്ത്ര തലത്തിലുള്ള പണികളാണ്. നമ്മളങ്ങനെ ആരെയും ഉപദ്രവിക്കാൻ ജനിച്ചിട്ടുള്ള ഒരു രാജ്യമല്ല. ഇപ്പൊ നരേന്ദ്രമോദി വന്ന ശേഷം അടി കൂടെ പണി കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഈ നാട്ടിൽ ഈ നാടൻ ഭാഷ പറയുകയാണെങ്കിൽ ആപ്പടിക്കുക എന്നൊക്കെ പറയും. അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ് നമ്മളിപ്പോ അവലംബിച്ചു പോരുന്നത്. എന്തിനു പറയുന്നു? നരേന്ദ്രമോദി ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം ഉണ്ടായപ്പോൾ തന്നെ അദ്ദേഹം നെതന്യാഹുവിന്റെ അടുത്ത് പറഞ്ഞിടെ ഇതൊക്കെ നയതന്ത്രത്തിലൂടെ പരിഹരിക്കാവുന്ന കേസാണ്. അതിനാണ് നിങ്ങൾ ഇങ്ങനെ ചറവറാന്ന് ബോംബൊക്കെ വാരിയിടുന്നത്. പിന്നെ പാകിസ്ഥാന്റെ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് തീരെ നിവൃത്തിയില്ല. കാരണം അവന്മാരുടെ അടുത്ത് നമ്മൾ കൈ കൊടുത്തു കഴിഞ്ഞാൽ അവന് മുതുകി കുത്തും. ഈ എരുമയോട് അങ്ങോട്ട് മാറി നിൽക്കാൻ പറയുന്നത് പോലെയാണ് പാകിസ്ഥാന്റെ കേസ് എന്ന് പറയുന്നത്. പാകിസ്ഥാന്റെ കേസ് എരുമ അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞാൽ മാറി നിൽക്കില്ല. അപ്പൊ ഒരു വടിയെടുത്ത് മുതുകിൽ 2 അടി കൊടുക്കുമ്പോൾ എരുമ അങ്ങോട്ട് മാറി നിൽക്കും. അതാണ് പാകിസ്ഥാന്റെ കേസ്. പക്ഷെ ഇസ്രായേൽ ഫലസ്തീൻ അങ്ങനെയല്ല. ഇസ്രായേൽ ഫലസ്തീൻ പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു സെറ്റപ്പാണ്. അതൊക്കെ നയതന്ത്രത്തിലൂടെ പരിഹരിക്കുക എന്നുള്ളൂ. ഇതൊക്കെ മറ്റേ ഈ സ്ഥലത്തിന്റെയും ഇതൊക്കെ കാര്യമല്ലേ. ഇവര് ഈ നിങ്ങൾ ഒരു മതപരമായിട്ടുള്ള ഒരു വിഷയം അതൊക്കെ നയതന്ത്രത്തിലൂടെ പരിഹരിച്ചുകൂടെ എന്നാണ് ചോദിച്ചത്. അതുപോലെ തന്നെ നമ്മളിപ്പോ തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ തുർക്കിക്ക് നിരന്തരം നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് സെലിബിയെ പിടിച്ച് പുറത്താക്കി. അതേ തുടർന്ന് 2 ദിവസം കൊണ്ട് 2500 കോടി രൂപ ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് പോയി. നമ്മുടെ എർദോഗന്റെ മോളുടെ അക്കൗണ്ടിൽ നിന്ന് പോയി. അപ്പോ എർദോഗന്റെ മോള് അവിടെ ഒരു ഡ്രോൺ കമ്പനിക്കാരനുണ്ട്. ആ ഡ്രോൺ കമ്പനിക്കാരന്റെ ഭാര്യയാണ്. എന്തോ ബറോട്ടയോ അങ്ങനെ എന്തോ ആണ് ആ ഡ്രോണിന്റെ പേര്. അപ്പൊ ആ ഡ്രോണാണ് ഇവിടെ പാകിസ്ഥാനിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവർക്ക് നല്ലൊരു മുട്ടമണി കിട്ടി. അങ്ങനെ തുർക്കി നമ്മൾ തന്നെ ഇവിടെ നമ്മുടെ ദേശസ്നേഹികളായിട്ടുള്ള ജനങ്ങൾ അങ്ങനെ എടുത്തു പറയണം. കാരണം ഇവിടെ ചില വേട്ടാവളിയന്മാർ പറയുന്നുണ്ട്, നമുക്കറിയാലോ, ദേശസ്നേഹം കുത്തകയല്ല. കുത്തക തന്നെയാണ്. കാരണം തുർക്കി എന്ന് പറയുന്ന രാജ്യം നമ്മൾക്കെതിരെ വന്നപ്പോൾ തുർക്കിയെ ബഹിഷ്കരിച്ചത് ഇവിടെയുള്ള ഒരു കൂട്ടം ദേശസ്നേഹികളാണ്. ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ 145 കോടി ജനങ്ങളിൽ 140 കോടി ജനങ്ങളും തുർക്കിയെ ബഹിഷ്കരിച്ചു. ആരുടെയും ഒരു ആഹ്വാനവും ഇല്ലായിരുന്നു. ഇവിടെ ഈ സ്റ്റുഡിയോ ബഹിഷ്കരിക്കുന്നവന്മാരെ ഒന്നും മഷിയിട്ട് നോക്കിയിട്ട് കിട്ടിയില്ല. അവന്മാർക്ക് ഈ ബ്രിട്ടീഷുകാരുടെ സമരം പോലെയാണ്. എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഗാന്ധിജി സമരം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ യുവമാര് കളിച്ച് ചിരിച്ച് നടന്നു. പക്ഷെ ബ്രിട്ടീഷുകാർ തുർക്കിയിലെ ഖലീഫ ഇറക്കാൻ പോയപ്പോൾ യുവമാര് അങ്ങനെയാണെങ്കിൽ ഞങ്ങളും കൂടെ നിങ്ങളെ കൂടെ ചേർന്ന് സമരം ചെയ്യാം, ബ്രിട്ടീഷുകാർ അങ്ങനെ തുർക്കിയിലെ ഖലീഫ ഇറക്കണ്ട എന്ന് പറഞ്ഞ് സമരം ചെയ്ത ഒരു ചരിത്രം ഉണ്ടല്ലോ. എന്നിട്ടാണ് അവരിപ്പോ വാര്യകുന്നനെയൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്, ഞങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇവരുടെ ഉദ്ദേശം തുർക്കിയെ ബ്രിട്ടൻ അടിക്കുന്നത് കൊണ്ട് ബ്രിട്ടനെ എതിരെ തിരിയുക എന്നുള്ളതായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ അങ്ങനെ പണി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോ അടുത്ത പണി നരേന്ദ്രമോദി സൈപ്രസും ക്രൊയേഷ്യയും സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പൊ പുറത്തു വരുന്നത്. അപ്പോ ഈ സൈപ്രസ് നരേന്ദ്രമോദി സന്ദർശിക്കുന്നത് ഒരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സന്ദർശനമാണെന്നാണ് പറയുന്നത്. 2002 AB വാജ്പേയിക്കും 1983 ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന 3ാമത്തെ സന്ദർശനമാണ് ഇത്, സൈപ്രസ് സന്ദർശനം. അതുകൊണ്ട് തന്നെ ഇത് സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് തോന്നുന്നു എന്തിനാണ് സൈപ്രസ് സന്ദർശിക്കുന്നത് എന്ന് തോന്നുന്നു. അതൊരു ദ്വീപ് രാഷ്ട്രമാണ്. സൈപ്രസ് സന്ദർശിക്കുന്നതിന്റെ പിറകിൽ വേറൊരു വലിയൊരു വിഷയമുണ്ട്. കാരണം ഈ സൈപ്രസും തുർക്കിയും തമ്മിൽ അതിഭീകരമായിട്ടുള്ള സംഘർഷം, ഈ വംശീയ സംഘർഷങ്ങളും എതിരാളികളായ ദേശീയ താല്പര്യങ്ങളിലും വേരൂന്നിയ പതിറ്റാണ്ടുകൾ ഇത് പഴക്കമുള്ള ഒരു സംഘർഷമാണ് അവിടെ നടക്കുന്നത്. രാഷ്ട്രീയ തർക്കമാണ് സൈപ്രസ് തുർക്കി സംഘർഷം. എനിക്കിത് അറിയത്തില്ലായിരുന്നു. ഞാൻ ഈ വിഷയം വന്നപ്പോഴാണ്, നമ്മൾ ഈ ഒരു വിഷയം വരുമ്പോഴല്ലേ അവരെ നിർത്തിച്ച് പഠിക്കുന്നത്. 1974 ഗ്രീക്ക് പിന്തുണയുള്ള ഒരു അട്ടിമറിയെ തുടർന്ന് ദ്വീപിനെ ഗ്രീക്ക് പ്രധാന ഭൂപ്രദേശമായി ഏകീകരിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് തുർക്കി സൈപ്രസിന്റെ വടക്കൻ ഭാഗം ആക്രമിച്ചു എന്നുള്ള റിപ്പോർട്ടുണ്ട്. പോരാത്തതിന് സൈപ്രസിനെ പിളർത്താൻ ശ്രമിച്ചിട്ടുണ്ട് തുർക്കി. അപ്പൊ അങ്ങോട്ടേക്കാണ് ഇത്തവണ നരേന്ദ്രമോദിയുടെ സന്ദർശനം. ക്രൊയേഷ്യയും നരേന്ദ്രമോദി സന്ദർശിക്കുന്നുണ്ട്. എന്തായിരിക്കും പുള്ളിയുടെ മനസ്സിൽ? അത് പുള്ളിക്ക് മാത്രമേ അറിയുള്ളൂ, അത് വേറെ കാര്യം. അമിത്ഷായ്ക്ക് പോലും അറിയില്ല, ഉറ്റതോഴനാണ്. പക്ഷെ അമിത്ഷായ്ക്ക് പോലും മോദിയുടെ മനസ്സിൽ എന്താണെന്ന് അറിയില്ല. എങ്കിലും നമ്മുടെ ഒരു അനുമാനം, ബിജുചേട്ടൻ്റെ ഒരു അനുമാനം, എന്തായിരിക്കും പുള്ളിയുടെ മനസ്സിൽ? ഈ 1ാം ഘട്ട മോദി സർക്കാരിന്റെ കാലത്ത് 2014 അദ്ദേഹം അധികാരത്തിലേറുമ്പോൾ അദ്ദേഹം വമ്പൻ രാജ്യങ്ങളിലേക്കായിരുന്നു സന്ദർശനം നടത്തിക്കൊണ്ടിരുന്നത്. അമേരിക്ക, റഷ്യ, ഫ്രാൻസ്, ആദ്യം പോയത് അങ്ങനെയുള്ള ജപ്പാൻ, അങ്ങനെയൊക്കെയുള്ള വൻ സാമ്പത്തിക ശക്തികളായിട്ടുള്ളതും ആയുധബലത്തിൽ മുൻപിൽ നിൽക്കുന്നതുമായിട്ടുള്ള വൻ ശക്തികളുടെ ഇടയിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. 2ാം ഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും അത് ഈ ബ്രിക്സ് രാജ്യങ്ങളിലേക്ക് ആയിരുന്നു. അതിന്റെ ഒരു ബ്രിക്സ് രാജ്യങ്ങളിലും 2ാം ഘട്ട അദ്ദേഹത്തിന്റെ കാലയളവിന്റെ അവസാനമായപ്പോഴേക്കും ഈ ആസിയാൻ രാജ്യങ്ങളിലേക്കും പോകാൻ തുടങ്ങി. ഇപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത്, കഴിഞ്ഞ കുറെ കാലമായി ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ദ്വീപ് രാജ്യങ്ങളിലേക്കും ചെറിയ രാജ്യങ്ങളിലേക്കുമാണ്. പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കൂടുതലായിട്ട് നമ്മുടെ രാജ്യം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അദാനിയൊക്കെ ഒരുപാട് പ്രൊജക്റ്റുകളൊക്കെ ഇപ്പോൾ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ
തുർക്കിയോട് ചേർന്ന് കിടക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ക്രൊയേഷ്യയും ഒപ്പം തന്നെ ഈ പറയുന്ന സൈപ്രസും. ഇത് രണ്ടും യൂറോപ്യൻ യൂണിയനിൽ പെടുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ ക്രൊയേഷ്യ 91 വരെ യുഗോസ്ലോവിയയുടെ ഭാഗമായിരുന്നു. 91 ശേഷമാണ് അത് ക്രൊയേഷ്യ എന്നൊരു രാജ്യമായിട്ട് വരുന്നത്. ചില രാജ്യങ്ങളൊന്നും ഇപ്പോഴും ക്രൊയേഷ്യ അംഗീകരിച്ചിട്ടുമില്ല. അപ്പൊ ഈ ക്രൊയേഷ്യ ആദ്യം അംഗീകരിക്കുന്ന രാജ്യങ്ങളൊന്ന് തുർക്കിയാണ്. അപ്പൊ തുർക്കിയും ക്രൊയേഷ്യയുമായി അത്യാവശ്യം നല്ല ബന്ധമാണ്. ഒന്ന് ഒരു യൂണിയനിൽ പെടുന്ന രാജ്യം, യൂറോപ്യൻ യൂണിയനിൽ പെടുന്ന രാജ്യം. രണ്ടാമത്തെ രണ്ടുപേരും നല്ല ടൈപ്പാണ്. ഏതാണ്ടൊക്കെ രണ്ടുപേരുടെയും പ്രൊഡക്റ്റും ഉൽപാദനമായാലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹകരണമായാലും ഒക്കെ അങ്ങനെ പോകുന്നു. രണ്ടും ഒരേ റേഞ്ചിൽ തന്നെയുള്ള രാജ്യങ്ങളാണ്. അങ്ങനെ വലിയൊരു സമ്പന്നമായ രാജ്യമൊന്നോ വലിയൊരു ഇതെന്നുള്ള രാജ്യമൊന്നും അല്ല. പക്ഷെ സൈപ്രസിലേക്ക് വരുമ്പോൾ കഥ മാറുകയാണ്. സൈപ്രസ് തുർക്കിയുടെ ഒരു ബോർഡറാണ്. ഇവിടുത്തെ ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സൈപ്രസിന്റെ ഒരു അതിർത്തിയിലുള്ള ഒരു ദ്വീപുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ സംഘർഷം തുടങ്ങുന്നത്. അതായത് ഗ്രീക്ക് സൈപ്രസുകാരെ സൈപ്രറ്റിസ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ ഗ്രീക്ക് സൈപ്രറ്റീസും തുർക്കി സൈപ്രറ്റീസും ഈ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് ഭൂപടത്തിൽ കാണുന്ന ഒരു രാജ്യങ്ങളിൽ പലതും പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അത് പിന്നീട് അതാണല്ലോ ഈ ലോകത്ത് മുഴുവൻ പ്രശ്നം. ഒരു കൃത്യമായ ഒരു വരയില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. എല്ലാവരുടെയും പ്രശ്നം അതാണ്. നമുക്ക് പിന്നെ ഏറെക്കുറെയൊക്കെ ഒരു കൃത്യമായ ബൗണ്ടറി നമുക്ക് ഉണ്ടെന്ന് പറയാൻ, അത് നമ്മളും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ബൗണ്ടറി, നമ്മളും ബംഗ്ലാദേശും തമ്മിലൊരു ബൗണ്ടറി. എന്നാലും പ്രശ്നമാണ്. നമ്മൾ വേലി കെട്ടുമ്പോൾ ബംഗ്ലാദേശുകാർ പറയും കയറ്റി കെട്ടുന്നുണ്ടെന്ന് പറയും. നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന സംഭവം തന്നെ. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ വേലി കെട്ടുകയായിരുന്നല്ലോ. അപ്പൊ വേലി കെട്ടുമ്പോൾ അപ്പുറത്തെ വീട്ടുകാരെ മുന്നിട്ട് പറയും അത് അങ്ങനല്ല, ഒരു ഇഞ്ച് ഇങ്ങോട്ട് കയറി അങ്ങോട്ട് എറി, അങ്ങനെ വലിയ പ്രശ്നം. ഇത് തന്നെയാണ് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്നത്. അപ്പൊ കൃത്യമായിട്ടൊരു വേലി ഇല്ലെങ്കിൽ, ഒരു കൃത്യമായ ഒരു അതിർത്തി വേണമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ നാല് ചുറ്റും കടലായിരിക്കണമായിരുന്നു. ഇല്ലെങ്കിൽ നമ്മുടെ നാല് ചുറ്റും പർവ്വതങ്ങളാണ് ഒന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ എല്ലാ രാജ്യങ്ങളുടെയും അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും അതിർത്തി സംബന്ധിച്ച് തർക്കങ്ങൾ ഉടലെടുക്കുന്നത്. അങ്ങനെ ക്രൊയേഷ്യയുമായിട്ട് നല്ലൊരു ബന്ധത്തിലാണ്, അങ്ങനെ അവിടെ പോകുന്നു. ഇനി സൈപ്രസിലേക്ക് വരുമ്പോൾ കഥ അതല്ല. ഈ ദ്വീപിനെ ചൊല്ലിയിട്ടുള്ള തർക്കം, അതായത് രണ്ട് സ്ഥലത്തും ഈ സൈപ്രറ്റീസുകളുണ്ട്. അപ്പൊ ഇവർ തമ്മിലുള്ള തർക്കം, ആ തർക്കത്തിൽ തുർക്കി കയറി ഇടപെടുകയും ഈ ദ്വീപിലേക്ക് തുർക്കി സൈന്യത്തെ അയക്കുകയും ഇപ്പോഴും തുർക്കിയുടെ സൈന്യം അവിടെ നിൽക്കുകയും അങ്ങനെ സൈപ്രസ് എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനം രൂപപ്പെടുകയും അങ്ങനെ സൈപ്രസ് സ്വതന്ത്രമാകുകയും ചെയ്യുന്നു. അതിനുശേഷം ഈ സൈപ്രസും തുർക്കിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മനാ തന്നെ ശത്രുക്കൾ നമ്മൾ പറഞ്ഞില്ല, ആജന്മ ശത്രുക്കൾ എന്ന് പറയില്ലേ, അങ്ങനെ ആജന്മ ശത്രുക്കൾ എന്ന നിലയിലേക്ക് ഈ പറയുന്ന തുർക്കിയും സൈപ്രസും നീങ്ങുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ അവിടെ എത്തുന്നത്. നമ്മുടെ നയം അതാണ്. കാരണം ഇപ്പോൾ ഈ ചെറുകിട രാജ്യങ്ങളിലാണ് നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് ചെറുകിട രാജ്യങ്ങൾക്കുള്ള ഉൽപ്പന്നങ്ങൾ നമ്മളൊരു വിപണി തുറന്നു കൊടുക്കും വന്ന് കച്ചവടം ചെയ്യാനായിട്ട്. നമ്മുടെ ഉൽപ്പന്നങ്ങൾ അങ്ങോട്ടേക്കും കൊണ്ടുപോവുക എന്നുള്ളത്, അതാണ് ഈ ആസിയൻ രാജ്യങ്ങൾ. ഇപ്പൊ ഇന്തോനേഷ്യയൊക്കെ നമ്മളോട് കൂടുതൽ നിൽക്കുന്നതിനുള്ള പ്രധാന കാരണം അതാണ്. നമ്മൾ അത്തരം രാജ്യങ്ങളുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്ത് പോവുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ബിസിനസ്സുകൾ കുറച്ചുകൂടി ഈസി ആയിട്ട് പോകാനായിട്ട് ചെറുകിട രാജ്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ച് നല്ലത്. നമ്മൾ പറയില്ലേ, എന്താണ് ബിസിനസിനെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയും കൂടുതൽ കച്ചവടം ചെയ്യാന്ന് പറയും അല്ലെ. ഇപ്പൊ ഒരാൾ 10 രൂപയ്ക്ക് കൊടുക്കുന്ന സാധനമാണെങ്കിൽ നമ്മൾ ഒരു 8 രൂപയ്ക്ക് കൊടുക്കാമെങ്കിൽ നമുക്ക് കൂടുതൽ കച്ചവടം, അവന് കിട്ടുന്ന ലാഭം തന്നെ നമുക്കും കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുകിട രാജ്യങ്ങളാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി അക്സെപ്റ്റൻസ് കിട്ടും. ഒപ്പം നമുക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ള കിട്ടും. ഇപ്പൊ അമേരിക്കയിലൊക്കെ പോയിട്ട് കോൺട്രാക്ട് എടുക്കുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കോ ഇല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യങ്ങളിലേക്കോ പോകും. സൈപ്രസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ നിർണായകമായ ഒരു റോള് സൈപ്രസിന് ഈ ലോകത്തിലുണ്ട്. അതായത് ഈ സൈപ്രസ് കോസ്മെറ്റിക് രംഗത്ത് മൂന്നാം ലോക രാജ്യങ്ങളുണ്ടല്ലോ, മൂന്നാം ലോക രാജ്യങ്ങൾ, അതായത് പാവപ്പെട്ട ഒരു ഇടത്തരം രാജ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള അതിന്റെ ഈ കമ്പോണൻസ് ഉണ്ടല്ലോ, ഈ കോസ്മെറ്റിക്കുകൾ ഉണ്ടാക്കാനുള്ളത്, പെർഫ്യൂംസ്, അതുപോലെ തന്നെ ക്രീമുകളെയൊക്കെ നമ്മൾ വിചാരിക്കും ഇതൊരു ചെറിയ ബിസിനസ് ആണ്. അല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറഞ്ഞ കോസ്മെറ്റിക് ബിസിനസ് ആണ്. ട്രില്യൺ കണക്കുള്ള ബിസിനസ് ആണ്. മുമ്പ് അതിനെ നമ്മൾ പാരീസ്, ഇറ്റലി ഒക്കെ ആയിരുന്നു അതിന്റെ ഒരു ഈറ്റില്ലം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ജർമ്മനി ആയിരുന്നെങ്കിൽ ഇപ്പം പക്ഷെ അപ്പം എല്ലാവർക്കും അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ, ഇപ്പൊ ജർമ്മനിയുടേതോ ഇല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെയൊക്കെ പ്രൊഡക്റ്റുകൾ നമുക്ക് വാങ്ങുക എന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സാധാരണ പാവപ്പെട്ട രാജ്യങ്ങളെ സംബന്ധിച്ച് അത്രയും കോസ്റ്റ്ലിയാണ് അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ളിടത്തേക്കാണ് ഇതുപോലെയുള്ള തുർക്കി, അവരുടെയും കോസ്മെറ്റിക്കുകൾ ഇറങ്ങുന്നുണ്ട്. ഇവരെല്ലാം ചെറിയ ചെറിയ കോസ്മെറ്റിക് ഇറക്കുന്ന ടീമാണ്. ഇത് നമ്മുടെ ചൈനയില്ലേ, ചൈനയുടെ വേറൊരു ടൈപ്പാണ് ഇവരെല്ലാം. ചൈനയുടെ ഒരു സാധനം അത്രയും വിലക്കുറവില്ല എങ്കിൽ പോലും. അപ്പം അങ്ങനെയുള്ള രാജ്യവുമായിട്ട് നമ്മൾ ടൈപ്പ് ആകുന്നതോടി ഇവരെ സൈപ്രസ് എന്ന് പറയുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ച് അത് വലിയ നേട്ടം തന്നെയാണ്. കാരണം അവർക്ക് ഇന്ത്യ പോലെ പർച്ചേസിങ് കപ്പാസിറ്റി ഉള്ള ഒരു സ്ഥലത്തേക്ക് ഒരു വിപണി തുറന്നു കിട്ടുന്നു. ഒപ്പം തന്നെ ഇന്ത്യക്ക് അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ഒന്നത്. രണ്ടാമത്തെ കാര്യം,
ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്, നമ്മളും തുർക്കിയുമായിട്ട് അത്ര നല്ല ബന്ധമല്ല. പക്ഷെ ഇദ്ദേഹം പോകുന്നതിന് ഒരു ന്യായീകരണമുണ്ട്. കാരണം ഈ സൈപ്രസിന്റെ ഉപപ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്ത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ റിപ്പബ്ലിക് ഡേയിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ഇവിടെ എത്തിയിരുന്നു. പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ അവരുടെ ഇതിന്റെ സൈപ്രസിന്റെ ഇവിടെ എത്തിയിരുന്നു. അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരുടെ രാജ്യത്തേക്ക് ക്ഷണിച്ചിരുന്നു. ഈ അടുത്ത കാലത്തും അവർ ക്ഷണിച്ചിരുന്നു. അപ്പൊ സ്വാഭാവികമായ ക്ഷണം സ്വീകരിച്ച് പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. രണ്ട്, നമ്മൾ ചെറുകിട രാജ്യങ്ങളെ. പക്ഷെ ഇതിന്റെ ഇടയ്ക്കാണല്ലോ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ഓപ്പറേഷൻ സിന്ദൂർ വരുന്നതും തുർക്കിയുമായിട്ടൊക്കെ നമ്മൾ ചെറിയ ഒരു ഈശാവശയിലൊക്കെ വരുന്നതും ഒക്കെ. പക്ഷെ നമ്മൾ ഒഫീഷ്യലായിട്ട് നമ്മുടെ രാജ്യം തുർക്കിയെ ഒരിക്കലും അതായത് ബാൻ ചെയ്തിട്ടില്ല, ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഇറക്കുമതി ചെയ്യരുതെന്നോ ഒന്നും. പക്ഷെ ഈ നമ്മുടെ വിമാന കമ്പനികളുടെ കേസിലായപ്പോഴും കേന്ദ്ര സർക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് രാജ്യമെടുത്ത നിലപാടല്ല, അത് വിമാനത്താവള അതോറിറ്റികളാണ്, അവർക്ക് സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട്, അവരെടുത്തതാണ്. മറ്റു കാര്യത്തിൽ ഇപ്പോൾ അവിടുന്നുള്ള ബേക്കറി ഐറ്റംസ് ഇവിടെ ഇറക്കുന്നില്ല. അതുപോലെ തന്നെ പിന്നെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറക്കുന്നില്ല നമ്മൾ. അത് നമ്മുടെ ഇവിടുത്തെ വ്യാപാരികൾ എടുത്ത തീരുമാനം. ഇന്ത്യയിലെ ബേക്കറി അസോസിയേഷൻ ആണ് തുർക്കിയുടെ ബേക്കറി ഐറ്റംസുകളൊന്നും ഇല്ലെങ്കിൽ അവരുടെ ബേക്കറി സാധനങ്ങൾ ഉണ്ടാക്കുന്ന മിഷനറികളൊന്നും വാങ്ങണ്ടെന്ന് തീരുമാനിച്ചത്. അതുപോലെ തന്നെ അവിടുത്തെ ആപ്പിൾ വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പൊ നമ്മളിപ്പോ ഇന്നലെ ഞാൻ കണ്ടൊരു വാർത്ത എന്ന് പറഞ്ഞാൽ തുർക്കിയിലെ ആപ്പിളിന് വിലക്കുറവ്. ആ ആപ്പിളിന്റെ വ്യവസായികള് ഇന്ത്യയോട് അഭ്യർത്ഥിച്ചിരിക്കുന്നു എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ആ വിപണി തുറന്നു തരണമെന്നുള്ളത്. പക്ഷെ ഹിമാചൽ പ്രദേശിലെ ആപ്പിൾ കർഷകര് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്, നിങ്ങൾ തുർക്കിയിലെ ആപ്പിൾ ഇറക്കുമതി ചെയ്യരുത്, കാരണം അങ്ങനെ ഇറക്കുമതി ചെയ്താൽ ഞങ്ങളുടെ ആപ്പിളുകൾ വിൽക്കാൻ പറ്റാതെ പോകുമെന്നുള്ളത്. ഇതിനിടയിൽ മറ്റൊരു വെടികൂടി കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ഒരു റാലിയിൽ പൊട്ടിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എല്ലാ ഇന്ത്യക്കാരും നമ്മുടെ ആഘോഷങ്ങൾക്കും അല്ലാത്തപ്പോഴും ഒക്കെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ തന്നെ വാങ്ങും, അവർക്കും ഒരു ഇത് കിട്ടട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വരികയാണെങ്കിൽ തുർക്കി ആപ്പിൾ നമ്മുടെ രാജ്യമല്ല ബാൻ ചെയ്തത്, നമ്മുടെ ആളുകളാണ് ബാൻ ചെയ്തത്. ഇതിനിടയിൽ വളരെ കൗതുകകരമായ ഒരു വാർത്ത ഞാൻ കേട്ടിരുന്നു. അതായത് നമ്മുടെ ടാറ്റയുടെ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു വസ്ത്രശാലയുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ഭയങ്കരമായിട്ടൊക്കെ ചർച്ച ചെയ്യുന്നൊരു സ്റ്റുഡിയോ. അപ്പൊ സ്റ്റുഡിയോയില് 1000 രൂപയ്ക്ക് താഴെയാണ് പിന്നെ ഈ ഡ്രസ്സുകളൊക്കെ കിട്ടുന്നത്. അപ്പൊ ഇതിനെ വെട്ടാൻ വേണ്ടിയിട്ട് റിലയൻസ് ഗ്രൂപ്പ് പോയിട്ട് ചൈനയിലുള്ള ഒരു കമ്പനിയുമായിട്ട്, ഷീൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ട് ഷീൻ സ്റ്റോർ തുറക്കാൻ ഒരു തീരുമാനമെടുത്തു. അപ്പൊ രാജ്യം മുഴുവൻ ഷീൻ സ്റ്റോറുകൾ. അപ്പൊ ഷീൻ സ്റ്റോർ എന്ന് പറഞ്ഞാൽ ടാറ്റ 1000 രൂപയ്ക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഷീൻ ചൈനയുടെ ആണല്ലോ, ആ ഷീൻ സ്റ്റോർ വന്നു കഴിഞ്ഞാൽ ഈ 1000 രൂപയ്ക്കും താഴെ, അതായത് ഒരു 500 രൂപയ്ക്ക് താഴെയുള്ള ഡ്രസ്സുകൾ കൊടുക്കുക, അങ്ങനെ കളം പിടിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അങ്ങനെ വലിയ പ്ലാനും പദ്ധതിയും ഒക്കെ ആയി 5000 ഔട്ട്ലെറ്റ് എങ്ങാണ്ടാണ് ഇന്ത്യ മുഴുവൻ അവർ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ ഈ സിന്ദൂറിന് ശേഷം ഈ തുർക്കിക്ക് കിട്ടിയ ഒരു പണി കിട്ടിയപ്പോഴത്തേക്കും ഇപ്പൊ റിലയൻസ് അതിൽ നിന്ന് പിന്മാറുന്നതാണ് കേട്ടത്. കാരണം ചൈനയുടെ ഉൽപ്പന്നമാണല്ലോ, ചൈനയും നമ്മളും തമ്മിൽ അത്ര സുഖത്തിലല്ല, ഏത് നിമിഷവും അടിപൊട്ടാം. കാരണം ഇന്ത്യക്കാരന്റെ മനസ്സെന്ന് വെച്ചാൽ വല്ലാത്തൊരു ദേശീയ സ്നേഹമുള്ള ആളുകളാണ് ഇന്ത്യയിൽ കിടക്കുന്നത്. തുർക്കിയെ ബഹിഷ്കരിക്കാന്നുണ്ടെങ്കിൽ അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ചൈനയെ ബഹിഷ്കരിക്കാൻ പറ്റും. നാളെ ഈ ചൈനയുടെ എങ്ങാനും വല്ല മിസൈൽ വീഴുകയോ, ഇല്ല ചൈനയാണ് ഇതിന്റെ പിന്നിലെന്ന് പറയുകയോ, ഇല്ല ചൈനയെ നമ്മളോട്ട് വല്ല ഉടക്കും നടക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായിട്ട് ഇന്ത്യൻ ജനത ഒരു തീരുമാനം എടുക്കും, ഇനി മുതൽ എന്നാ റിലയൻസിന്റെ ഷോറൂമിൽ നിന്ന് ഞങ്ങൾക്ക് സാധനം വേണ്ടെന്ന് തീരുമാനിച്ചാൽ എന്താകും? മൊത്തത്തിൽ പോവും. ഇന്ത്യയുടെ ഈ സ്റ്റുഡിയോയുടെ പ്രശ്നം എന്ന് വെച്ചാൽ സ്റ്റുഡിയോ അത് ഇന്ത്യൻ കമ്പനികൾ തന്നെയാണ് നെയ്തെടുക്കുന്നത്. അവർ മുമ്പ് ബംഗ്ലാദേശിൽ നിന്ന് തുണി കൊണ്ടുവന്നിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യുമായിരുന്നു, ഇപ്പൊ അതില്ല. ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പൊ അവർ തുണി എടുക്കുന്നില്ല. അതാണ് ഈ സുഡാപ്പികളൊക്കെ വന്ന് പോസ്റ്റ് ഫേസ്ബുക്കിലൊക്കെ ഇടത്തില്ലേ, ടാറ്റയ്ക്ക് കിട്ടിയാൽ എന്താ, അത് ബംഗ്ലാദേശികൾക്ക് കിട്ടുന്നതല്ലേ. അതായിരുന്നു മുമ്പ് ആദ്യകാലത്ത് അവർ തുടങ്ങുമ്പോൾ ബംഗ്ലാദേശിൽ നിന്നായിരുന്നു അവർ പരുത്തി തുണികളും മറ്റും കൊണ്ടുവന്നത്. ഇപ്പൊ അവിടെ നിന്ന് എടുക്കാറില്ല അവർ. ഒരു തരത്തിലും സ്വന്തം രാജ്യത്തോട് യാതൊരുവിധ കൂറുമില്ലേ. ഒന്നെങ്കിൽ തുർക്കിയോട്, അല്ലെങ്കിൽ ടാറ്റയ്ക്ക് കിട്ടിയാൽ എന്താ, അത് ബംഗ്ലാദേശിനല്ലേടാ പോകുന്നത്, അല്ലെങ്കിൽ ഇത് പാകിസ്ഥാനല്ലേടാ പോകുന്നത്. സ്വന്തം രാജ്യത്തിന് എന്ത് സംഭവിച്ചാലും യുവമാർക്ക് ഒരു കുരുവില്ല. എന്റെ തീർച്ചയായിട്ടും വല്ലാത്തൊരു ടീം തന്നെ. അപ്പൊ ഇതാണ് ഇവരുടെ ഇത്. അപ്പം റിലയൻസ് ഇപ്പൊ അത് വൈൻഡപ്പ് ചെയ്തിട്ടില്ല, തട്ടക്കയറ്റി വെച്ചിരിക്കുകയാണ്. അത് എന്താ ഈ അലമാരി വെച്ചിരിക്കുക, എടുക്കാൻ പറ്റുന്നില്ല. കാരണം തുർക്കിക്ക് കിട്ടിയ പണി അദ്ദേഹം കണ്ടു. കാരണം തുർക്കിക്ക് ജനങ്ങളാണ് പണി കൊടുത്തത്, രാജ്യമല്ല കൊടുത്തത്. നാളെ ഇതിനേക്കാൾ മോശമായിരിക്കും ചൈനയുടെ ഈ കടകളൊക്കെ. അപ്പൊ അത് എല്ലാവർക്കും ഇപ്പോൾ ഒരു വലിയ ഭയം നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് തുർക്കിയുമായി തർക്കമുള്ള ഈ സൈപ്രസിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ എപ്പോഴായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെറുതെ ഒരു കറക്കത്തിന് വേണ്ടി ഒരു രാജ്യത്തും പോകാറില്ല. അദ്ദേഹം ഒരു രാജ്യത്ത് പോകുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ കാൽക്കുലേഷൻ ഉണ്ടാകും. പിന്നെ ഈ സൈപ്രസിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോഴത്തേക്കും സൈപ്രസിലായാലും ക്രൊയേഷ്യയിലായാലും നമ്മളുടെ ഏറ്റവും വലിയൊരു കയറ്റുമതി രംഗം കിടക്കുന്നത് ഈ കാർഷിക രംഗത്താണ് നമ്മുടെ കയറ്റുമതി കിടക്കുന്നത്. അതായത് കാർഷിക ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നു, വിത്തുകൾ കൊടുക്കുന്നുണ്ട് നമ്മൾ, അതുപോലെ അതിന്റെ ടെക്നോളജീസ്, മിഷനറീസ്, വളം, ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് കയറ്റുമതി ചെയ്യുന്നത്. അമേരിക്കയിലേക്ക് നമ്മളത് ചെയ്യുന്നുണ്ട്.
ഒരുപാട് രാജ്യങ്ങളിലേക്ക് നമ്മളത് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കാർഷിക വൃത്തിയെ മാത്രം നോക്കി നിൽക്കുന്നത് ക്രൊയേഷ്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് അത് നമുക്ക് വലിയ മുതൽക്കൂട്ടാകും. അത് നമുക്കതൊരു വലിയ എന്താ പറയുന്നത്, കയറ്റുമതിക്ക് ഒരു സ്കോപ്പ് തുറന്നു കിട്ടും. അതുപോലെ തന്നെ ഇപ്പൊ തുർക്കിയുടെ ഐറ്റംസ് തന്നെയാണ് ഈ ക്രൊയേഷ്യ ഉണ്ടാക്കുന്നത്, വേറെ വ്യത്യാസമൊന്നുമില്ല. തുർക്കിയിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന ആപ്പിൾ ഗീപ്പിൾ, ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. അതുപോലുള്ള സാധനങ്ങൾ നമുക്ക് അവിടുന്ന് ഇറക്കുമതി ചെയ്യാൻ പറ്റും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് നടക്കും. ഈ സൈപ്രസിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി സൈപ്രസിൽ മറ്റൊരു കാര്യങ്ങളുണ്ട്. ഇലക്ട്രോണിക്സിന്റെ ഒരു കേന്ദ്രം കൂടിയാണത്, ഇലക്ട്രോണിക്സ്. അപ്പോൾ അങ്ങനെയുള്ളത്, കാരണം നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം റേഞ്ച് കപ്പാസിറ്റി ഉള്ളവരും അതിന് തൊട്ട് താഴെ കപ്പാസിറ്റി ഉള്ളവരുമാണ് കൂടുതലുള്ളത്. പിന്നെ ഹൈ ആയിട്ട് നിൽക്കുന്നവർ വളരെ കുറവായിരിക്കും നമ്മുടെ രാജ്യത്തുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തൊക്കെ എപ്പോഴും 10 ലക്ഷം രൂപയുടെ കാറിനെങ്കിൽ ചൂടപ്പം പോലെ വിറ്റുപോകും, 15 ലക്ഷം രൂപയാണെങ്കിലും വിറ്റുപോകും. പക്ഷെ ഒരു 20 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ വിൽപ്പന കുറവായിരിക്കും എന്ന് കരുതി വാങ്ങാതിരിക്കുന്നില്ല. പക്ഷെ അവിടെയാണ്, അതായത് 10 ലക്ഷം കുറവുള്ള കാറ് വിൽക്കുന്നിടത്താണ് ഈ സൈപ്രസിനെ പോലെ, ക്രൊയേഷ്യയെ പോലെ, തുർക്കിയെ പോലുള്ള രാജ്യങ്ങൾക്ക് ഏറ്റവും വലിയ സാധ്യതകൾ നിലനിൽക്കുന്നത്. എന്നാൽ ഒരു 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള കാറുകൾ വിൽക്കുന്നിടത്താണ് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾക്ക് സാധ്യതകൾ എന്തെങ്കിലും ഉള്ളത്. ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളിലേക്ക് ഈ ഒരു കയറ്റുമതി നടത്തുമ്പോൾ അത് വലിയ ഒരു രീതിയിലേക്കുള്ള ഒരു കയറ്റുമതി അങ്ങനെ നടത്തുന്നില്ല നമ്മൾ. എനിക്ക് തോന്നുന്നു 4 ട്രില്യണോ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ളൊരു കയറ്റുമതി എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല കൃത്യമായിട്ട് കണക്ക്. പക്ഷെ ഈ ചെറുകിട രാജ്യങ്ങളാകുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഒരു സിംഹഭാഗവും നമുക്ക് കൊടുക്കാൻ പറ്റും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ആഫ്രിക്കയിൽ തന്നെ 3-4 രാജ്യങ്ങളിലേക്ക് തുറമുഖത്തിന്റെ കോൺട്രാക്ട് കിട്ടി അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടേത്. കാരണം ചൈന എവിടെ പോയിട്ടാണോ കരാർ ഒപ്പുവെക്കുന്നത്, പിറ്റേന്ന് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയിട്ട് അടുത്ത സ്ഥലത്ത് പോയിട്ട് കരാർ വെക്കുക ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്ന നമ്മൾ തുർക്കി നമ്മളോട്ട് ഒരു ചെറുതായിട്ട്, തുർക്കിയുടെ തൊട്ടടുത്ത് തന്നെ തുർക്കിയുടെ അടുത്ത ശത്രു നമ്മളോട്ട് ടൈപ്പ് ആയിരിക്കുകയാണ്. ഇവിടെ ഒരു പ്രദേശമാണിത്, ഒരു പ്രദേശത്തിന് അപ്പുറം ഇപ്പുറം നിൽക്കുന്ന സ്ഥലങ്ങളാണിത്. തുർക്കിയേക്ക് അത് ഒരു വലിയ ഭയപ്പാട് തന്നെ തുർക്കിയെ സംബന്ധിച്ചുണ്ടാകും. ഇവരെല്ലാവരും സാമ്പത്തികമായിട്ട് ഉന്നതി നിൽക്കുന്ന രാജ്യങ്ങളൊന്നുമല്ല. ഈ സൈപ്രസ് ആയാലും ഈ പറയുന്ന ക്രൊയേഷ്യ ആയാലും തുർക്കി ആയാലും ഒക്കെ അങ്ങനെയല്ല. അപ്പൊ ആ രാജ്യത്തിന് കൂടുതൽ ബന്ധം ഉറപ്പിക്കുമ്പോഴത്തേനും സ്വാഭാവികമായും തുർക്കിക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാക്കും. കാരണം തുർക്കി ഇപ്പൊ നമ്മളോട് യുദ്ധത്തിന് വരാൻ പോകുന്നില്ല, നമ്മൾ തുർക്കിയുമായിട്ട് യുദ്ധത്തിന് പോകാൻ പോകുന്നില്ല. അപ്പം ഈ ഇപ്പോഴത്തെ ഏറ്റവും വലിയ രീതി എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു 2014 നരേന്ദ്രമോദി കയറിയതിനു ശേഷം അദ്ദേഹം അവലംബിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ നയതന്ത്ര തരത്തിലുള്ള യുദ്ധമാണ് അദ്ദേഹം നടത്തുന്നത്. തന്ത്രപരമായ യുദ്ധമാണ് നടത്തുന്നത്. അതായത് ഇപ്പൊ എനിക്ക് പിന്നെ ധനുഷിനെ നമ്മൾ തമ്മിലൊരു ചെറിയ പിണക്കമുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ധനുഷിന് എനിക്ക് എപ്പോഴും ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് ധനുഷിനെ ശല്യപ്പെടുത്താനായിട്ട് എനിക്ക് ഏറ്റവും നല്ല മാർഗം ധനുഷിന്റെ വീടിനോട് ചേർന്ന് ഉള്ള ധനുഷിന്റെ ശത്രുവും ഞാനോട്ട് ടൈപ്പ് ആകുന്നതായിരിക്കും, അല്ലേ? അതായത് എന്റെ ഒരു സഹായം ആ ശത്രുവിന് കിട്ടുകയാണ്, ആ ശത്രുവും ഞാനും കൂടെ ചേർന്നുകൊണ്ട് ധനുഷിന് തരുന്ന പണി വേറെ ഒന്നായിരിക്കും. ഇതെല്ലായിടത്തുമുള്ളൊരു നയതന്ത്ര കുരുക്ക. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ രാജ്യമല്ല, എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നതാണ്. നമ്മുടെ രാജ്യം ഇതേ ടെക്നിക്കുമായിട്ട് കളത്തിലിറങ്ങിയിട്ട് അധികം നാളായിട്ടില്ലല്ലോ, ഒരു 11 വർഷം, അതായത് നരേന്ദ്രമോദിയുടെ 11 വർഷം. അമേരിക്കയൊക്കെ ഇത് പണ്ടോട്ടേ പയറ്റുന്ന തന്ത്രമാണ്. നമ്മളുമായിട്ട് ഉടക്കിക്കഴിഞ്ഞ പാകിസ്ഥാന് ഇത് തന്നെ പണി, അവർക്കിത് നിത്യത്തൊഴിലാണ്. നമ്മളുമായിട്ട് എന്തെങ്കിലും ഈശാമോശം വന്നു കഴിഞ്ഞ ഉടനെ തന്നെ പ്രഖ്യാപനം നടത്തും അമേരിക്കൻ പ്രസിഡന്റ്, നാളെ പാകിസ്ഥാന് നമ്മൾ ഒരു 500 കപ്പൽ കൊടുക്കുന്നു, 100 വിമാനം കൊടുക്കുന്നു. പ്രസ്താവന മാത്രമേ ഉള്ളൂ, കൊടുക്കാറില്ല. അപ്പൊ ഇങ്ങനെ കുറെ പ്രസ്താവന വരുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഇന്ത്യയിലുള്ള അന്നത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അയ്യോ കണ്ടില്ലേ അമേരിക്ക വാരിക്കോരി കൊടുക്കുന്നു, ഇപ്പം പാകിസ്ഥാൻ അങ്ങനെ ആകും ഇങ്ങനെ ആകും. ഒന്നുമില്ല, ഇതായിരുന്നു പണി. പക്ഷെ ഇന്ത്യയും അതേ മെത്തേഡിലാണ് പോകുന്നത്. പക്ഷെ നമ്മുടെ കളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക, റഷ്യ, ഫ്രാൻസോ അല്ലെങ്കിൽ ജപ്പാനോ പോലുള്ള വൻകിട രാജ്യങ്ങളല്ല, ഇതുപോലുള്ള ചെറുകിട രാജ്യങ്ങളാണ്. ഈ ചെറുകിട രാജ്യങ്ങളാണ്. താജിക്കിസ്ഥാന് സ്വന്തമായിട്ട് നമുക്ക് വ്യോമത്താവളമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണ് ഈ ചെറിയ രാജ്യങ്ങൾ നമുക്ക് അതിന്റെ ഒരു ഹോൾഡ് വലുതായിട്ട് ഉണ്ടാകും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു വലിയ നീക്കം തന്നെ എന്ന് പറയാം. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ വരുന്ന ചില രാജ്യങ്ങളുണ്ട്, ഹംഗറി, സെർബിയ തുടങ്ങിയ രാജ്യങ്ങളും ഒക്കെ ഉണ്ട്. ഹംഗറിയുമായിട്ടും നമ്മൾ ചില ബിസിനസ് ഡീലുകളും ഒക്കെ ചർച്ചയിൽ വരുന്നു എന്നാണ് കേൾക്കുന്നത്. അത് അവരുടെ പ്രതിനിധികൾ ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അത്തരം ഒരു മേഖലയിൽ കൂടി നമ്മൾ കൈവെക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഒപ്പം തന്നെ കാനഡയ്ക്കും നരേന്ദ്രമോദി ചെല്ലുന്നതിൽ വലിയ പ്രതീക്ഷയാണുള്ളത്. കാരണം ഇന്ത്യ ലോകത്തിലെ വലിയ എണ്ണയുടെ ഉപഭോക്തൃ രാജ്യമാണ്. കാരണം അവരുടെ കയ്യിലും ക്രൂഡ് ഓയിലും പെട്രോളിയം ഉൽപ്പന്നങ്ങളുമാണ് ഉള്ളത്. അപ്പം അവർക്കും വലിയ താല്പര്യമുള്ള കേസാണ്. ഏതായാലും നമുക്ക് അതിന്റെ ഒരു റിസൾട്ട്, ഇനി അതിന്റെ ഒരു ഫോളോ അപ്പ് എന്ന് പറയുന്നത് അദ്ദേഹം G7 ഉച്ചകോടി പങ്കെടുത്തതിന് ശേഷം നടത്തുമ്പോൾ കുറച്ചുകൂടി പിക്ചർ ക്ലിയർ ആകും.